കോട്ടയം അതിരമ്പുഴയിലായിരുന്നു അന്ന് ഞാൻ താമസിച്ചിരുന്നത്. ആ വർഷമായിരുന്നു എൻ്റെ സഭ സെൻട്രൽ പാസ്റ്ററായിട്ട് എന്നെ ഓർഡൈൻ ചെയ്തത്. സെൻട്രൽ പാസ്റ്റർ എന്ന് വെച്ചാൽ ഒരു മേഖലയിലെ സഭകൾക്ക് നേതൃത്വം നൽകുന്ന ആൾ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ പ്രമുഖനായ ഒരു സെൻട്രൽ പാസ്റ്ററും എഴുത്തുകാരനും കൺവെൻഷൻ പ്രസംഗകനുമായ സുനിൽ വേട്ടമല അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ തൊടുന്ന ഒരനുഭവം കേൾക്കാനിടയായി. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് കോൾമേർ കൊള്ളുന്ന അനുഭവമാണത്. വേട്ടമല ഫിലിപ്പോസ് ഉപദേശി ക്രൈസ്തവ ഗാനരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു സുവിശേഷകനാണ്. അദ്ദേഹം എഴുതിയ പ്രശസ്തമായ ഗാനങ്ങളാണ് വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്ക, വാഴിഞ്ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി. അങ്ങനെ 100ഓളം ഗാനങ്ങൾ രചിച്ച വേട്ടമല ഫിലിപ്പോസ് ഉപദേശിയുടെ കുടുംബത്തിൽപ്പെട്ട പാസ്റ്റർ സുനിൽ വേട്ടമലയുടെ ഈ അനുഭവം ആരിലും ചലനമുണ്ടാക്കും. അദ്ദേഹത്തിൻ്റെ ഈ അനുഭവം നിങ്ങളൊന്ന് കേൾക്കുക. ദൈവപ്രവൃത്തിയിൽ വിശ്വാസമില്ലാത്തവരും കുറ്റം പറയുന്നവരും ഇത് കേൾക്കാതിരിക്കുക. ഇന്നും ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഉത്തമ തെളിവാണ് അദ്ദേഹത്തിൻ്റെ ഈ സാക്ഷ്യം. കോട്ടയം അതിരമ്പുഴയിലായിരുന്നു അന്ന് ഞാൻ താമസിച്ചിരുന്നത്. ആ വർഷമായിരുന്നു എൻ്റെ സഭ സെൻട്രൽ പാസ്റ്ററായിട്ട് എന്നെ ഓർഡൈൻ ചെയ്തത്. സെൻട്രൽ പാസ്റ്റർ എന്ന് വെച്ചാൽ ഒരു മേഖലയിലെ സഭകൾക്ക് നേതൃത്വം നൽകുന്ന ആൾ. ഒരു രോഗിയെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്നും 60 കിലോമീറ്റർ അകലെ രാവിലെ ഞാൻ പുറപ്പെട്ടു. 4 വീലർ ഒന്നും ഉണ്ടായിരുന്നില്ല. 2 വീലർ ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് പോയത്. രാത്രി ഞാൻ പോയ സ്ഥലത്ത് നിന്നും ഏകദേശം വീണ്ടും 50 കിലോമീറ്റർ അകലെ ഒരു സുവിശേഷ പ്രസംഗവും ഉണ്ടായിരുന്നു. രോഗിയെ ചെന്ന് കണ്ടു. അതിനുശേഷം സന്ധ്യയോടുകൂടെ വൈകിട്ട് യോഗം നടക്കേണ്ട സ്ഥലത്ത് ബസ് ഇറങ്ങി. എൻ്റെ സ്നേഹിതനാണ് യോഗത്തിന്റെ സംഘാടകൻ. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം ഒരു ഓട്ടോയ്ക്ക് പോരാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഓട്ടോയിൽ ഞാൻ അവിടെ ചെന്നിറങ്ങി. എൻ്റെ സ്നേഹിതനായ പാസ്റ്ററുടെ കൊച്ചുമക്കൾക്ക് എന്തെല്ലാമോ വാങ്ങിയിരുന്നു. ഇത്രയും വാങ്ങിയ ശേഷം പിന്നെ സ്തോത്രാഴ്ച ഇടാനുള്ള പൈസ എൻ്റെ കൈവശം വന്ന് ഉണ്ടായിരുന്നുള്ളൂ. യോഗം കഴിയുമ്പോൾ സാധാരണ പ്രസംഗർക്കൊരു ടീയെ നൽകും. അപ്പോൾ അത് തിരികെ പോകാൻ ഉപകരിക്കുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എന്നാൽ എൻ്റെ സ്നേഹിതൻ ചില പഴയ സ്നേഹിതനാണ്. ഞാൻ വളരെ സമ്പന്നനായിട്ടുണ്ട് എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ടാകാം എനിക്ക് യാത്രക്കൂലി തന്നില്ല. വളരെ ബഹുമാനത്തോടെ എന്നെ സ്വീകരിച്ചു. ശുശ്രൂഷയെല്ലാം അദ്ദേഹം ആസ്വദിച്ചു. നല്ല ഭക്ഷണം തന്നു, യാത്രയാക്കി. ഞാൻ എങ്ങനെ പോകുന്നൊരു നിമിഷം ആശങ്കപ്പെട്ടു. ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഉടനെ അവിടെ ഗായക സംഘം ലീഡ് ചെയ്തിരുന്ന ആള് വേട്ടമല ഫിലിപ്പോസ് ഉപദേശി, ഞാൻ അവിടെ ഉള്ളതിനാൽ വേട്ടമല ഫിലിപ്പോസ് ഉപദേശി രചിച്ച ഗാനങ്ങളൊക്കെ അദ്ദേഹം ആലപിച്ചു. അത് നല്ലതിൽ അദ്ദേഹം ആലപിച്ചു. അദ്ദേഹത്തിനോട് പറഞ്ഞു, പാസ്റ്റർ പോകുന്ന വഴിയിലാണ് എനിക്കും പോകേണ്ടത്, ചിങ്ങവനത്ത് ഞാൻ എൻ്റെ വണ്ടിയിൽ ഇറക്കി വിടാം. അതെനിക്ക് സന്തോഷമായി. ചിങ്ങവനത്ത് ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് ഏകദേശം ഒരു 30-35 കിലോമീറ്റർ മതിയാകും വീട്ടിൽ എത്താൻ. അപ്പോൾ ബസ്സിൽ പോകുമ്പോൾ കണ്ടക്ടറോട് ചെവിയിലൊരു കാര്യം പറയണം, ഏറ്റുമാനൂർ ഇറങ്ങുമ്പോഴേ ഞാൻ ടിക്കറ്റിന്റെ പൈസ തരും എന്ന് പറയണം എന്ന് വിചാരിച്ചു മനസ്സിൽ. കാരണം അവിടെ വൈഫിനോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് 3 കിലോമീറ്റർ അപ്പുറത്താണ് താമസിക്കുന്ന, സ്കൂട്ടറിൽ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സന്തോഷമായി സംസാരിച്ചുകൊണ്ട് ചിങ്ങവനം ബസ് ജംഗ്ഷനിലെത്തി. അദ്ദേഹം വണ്ടി അവിടെ നിർത്തിയില്ല. കോട്ടയം റൂട്ടിലേക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇറങ്ങേണ്ട സമയം കഴിഞ്ഞല്ലോ. അദ്ദേഹത്തിനോട് പറഞ്ഞു, സുനിൽ വേട്ടമലയെ റോഡിൽ ഇറക്കി വിട്ടാൽ ദൈവം ചോദിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം സന്തോഷത്തോടെ എന്നെ വീട്ടിൽ കൊണ്ടാക്കുകയുണ്ടായി. അന്ന് എന്നെ യോഗത്തിന് ക്ഷണിച്ച സ്നേഹിതൻ എനിക്ക് എത്ര രൂപ തന്നിരുന്നെങ്കിലും ഞാനിത് ഓർക്കുകയില്ലായിരുന്നു. എന്നാൽ ഈ സംഭവം
മറക്കാതെ ഓർമ്മയിൽ നിൽക്കുന്നു. നമ്മളെ സ്നേഹിക്കുന്ന അനേക ആളുകൾ അനേക സ്ഥലങ്ങളിലുള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിലുപരിയായിട്ട് ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടി കരുതും എന്നുള്ള ആ വചനം ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ആശങ്കകളെല്ലാം അകറ്റുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണ്.